ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഒരു രീതിക്ക് മൂവ്മെന്റ് തരാത്ത മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. ഇന്നലത്തെ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ, മിനിഞ്ഞാത്തെ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഇൻസ്റ്റന്റ് ക്യാൻഡിലായിരുന്നു. ഇന്നലത്തെ ക്യാൻഡിലിനേക്കാളും ചെറിയ ഡെയിലി ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തു എന്നുള്ളത് അതിലേറെ രസകരമായ കാഴ്ചയാണ് അല്ലേ. അപ്പം ഇന്ന് മാർക്കറ്റ് ഇപ്പം ഇങ്ങനെ നിന്നു. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്തായിരുന്നു, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത് ഈ 51,700 600 ടാർഗറ്റ് ചെയ്യാം. അതേപോലെ താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് ചെറിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല, സൈഡ് വേസിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് അതിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് മാർക്കറ്റ് നിന്നത് എന്നുള്ളതുകൊണ്ട് നാളെയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ഉണ്ടാക്കിയ ഈ ഹൈ അല്ലെങ്കിൽ ലോ എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് തരുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നാണ്. അപ്പോൾ നിഫ്റ്റി ബാങ്കിന്റെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു എന്ന്. അപ്പം എന്ത് ചെയ്യുന്നില്ല, ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു മാർക്കറ്റിൽ മൂവ്മെന്റ് തന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് നാളെ മൂവ്മെന്റ് തരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് എന്തുണ്ട്. അപ്പം ഈ ഒരു ലെവലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിന് മുകളിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു സോണാണ് ഫസ്റ്റ് ടാർഗറ്റ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവലിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. അതല്ലാത്ത കേസിൽ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട. ഇൻ കേസ് ഇനി നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് തന്നെ കൺസോൾഡേറ്റ് ചെയ്യാനാണ് കൂട്ടാം. ഡൗൺ സൈഡ് ഈ ഒരു ഏരിയക്ക് അടുത്ത് വന്നിട്ടാണ് കൺസോൾഡേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒരിക്കലും ഗ്യാപ്പ് ഡൗണിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, വലിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യണ്ട. പിന്നെ കാരണം ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ലെവലിൽ വന്നിട്ട് ചിലപ്പോൾ റിവേഴ്സിൽ കയറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാത്തത്. ഇനി ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് ഒരു ഫോളോ ത്രൂ കിട്ടുന്ന രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അതല്ലാത്ത കേസിൽ വലിയ ഗ്യാപ്പ് ഡൗണിൽ വന്ന് കഴിഞ്ഞാൽ, കഴിഞ്ഞ 4 ദിവസം പിന്നെ വലിയ മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ടും ഇപ്പം കുറച്ച് ആൾക്കാരുടെ കോൾ സെല്ലേഴ്സിന്റെ കുറച്ച് സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മേലെ പോയി എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഒരു ഷേക്ക് ഔട്ടും കൂടെ തന്നിട്ടേ മാർക്കറ്റ് താഴെ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ഡൗൺ സൈഡ് വരുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അതല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം ഡൗൺ സൈഡ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണ് ഇപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞത്. നിഫ്റ്റി 50യുടെ കേസിൽ നോക്കുക, ഇന്നലെ ഉണ്ടാക്കിയ ഒരു സോൺ എന്താണോ ആ സോണിൻ്റെ അവിടെ തന്നെ പോയിട്ട് എന്ത് ചെയ്തു, ഇന്ന് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സിൽ വരികയാണ് ചെയ്തത്. അപ്പം താഴേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, മാർക്കറ്റ് വരാറില്ല. മാർക്കറ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആയിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഇത്രയും പിന്നെ ഈ തരത്തിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് വരില്ല. ഡൗൺ സൈഡ് വരുന്ന സമയത്ത് പാനിക്കാണ്, സ്റ്റീപ്പായിട്ട് വരും. അപ് സൈഡ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, മാർക്കറ്റ് വളരെ സ്ലോവിൽ പോവാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് അപ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അത് തന്നെയാണ്. മാർക്കറ്റിൽ എന്ത് ചെയ്താൽ മതി, ക്യാൻഡിലിന്റെ സ്ട്രെങ്ത് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിവേഴ്സസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് വേസിനുള്ള സിനാരിയോ കൂടുതലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാളെ ഇനി 23,533 താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതല്ലാത്ത കേസിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ അപ് സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ മതി, നമുക്ക് ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്താലും എന്തുണ്ട്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോണിന്റെ മുകളിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് കൺസോൾഡേറ്റ് ചെയ്യേണ്ട ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പം 2 ദിവസമായിട്ട് ഈ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇത് രണ്ടുമാണ് നമുക്ക് നാളേക്കുള്ള ട്രേഡുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി വെള്ളിയാഴ്ച പിന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം എക്സ്പയറി വരാൻ പോകുന്ന സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത് നിഫ്റ്റിയും അതേപോലെ സെൻസെക്സ് ഒക്കെയാണ്. അപ്പോൾ സെൻസെക്സ് ഒക്കെ ഏകദേശം നിഫ്റ്റിയുടെ സെയിം സിനാരിയോ, അല്ലെങ്കിൽ സെൻസെക്സ് നിഫ്റ്റി എന്താണോ ക്രിയേറ്റ് ചെയ്തത് അത് തന്നെയാണ് സെൻസെക്സിലും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, സെൻസെക്സിൽ പോയിട്ട് ഇടക്കിടക്ക് ഒന്നും പറയാത്തത്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ മതി, നിഫ്റ്റിയുടെ ചാർട്ട് പോലെ തന്നെ സെൻസെക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ
പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിട്ട് ആ ട്രെൻഡ് ലൈനിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇന്ന് വന്നു നോക്കിയാൽ മതി, ഈ കറക്റ്റായിട്ട് ഈ ട്രെൻഡ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവലുകൾ റെസ്പെക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ തന്ന് ഒരു റീടെസ്റ്റ് തന്ന് പോരുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് താഴേക്ക് പ്ലാൻ ചെയ്യാം. അതല്ലാതെ കേസിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇൻ കേസ് ഈ ഒരു സോണിന്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് മേലേക്കുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്യാം. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.